ലോകത്തെ മുഴുവൻ നിശ്ചലമാക്കിക്കൊണ്ട് അന്താരാഷ്ട്ര യുദ്ധതന്ത്രങ്ങളുടെ ചരിത്രത്തിൽ ഇന്ന് വരെ കാണാത്ത ഒരു വൻ തിരിച്ചുവരവ്. അമേരിക്കയും ഇസ്രയേലും ഉൾപ്പെടെയുള്ള ആഗോള വൻ ശക്തികളുടെ രഹസ്യാന്വേഷണ ഏജൻസികളെയും അത്യാധുനിക നിരീക്ഷണ ക്യാമറകളെയും ഒരേ സമയം വെണ്ണീറാക്കിക്കൊണ്ട് ഇറാന്റെ ആ ഒരു യുദ്ധനായകൻ ഇതാ വീണ്ടും ജീവനോടെ മടങ്ങിയെത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ നടന്ന അതിശക്തമായിട്ടുള്ള വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞ് പാശ്ചാത്യ മാധ്യമങ്ങളും മൊസാദും ഉറപ്പിച്ചു പറഞ്ഞ ആ ഒരു ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ ഏറ്റവും കരുത്തനായിട്ടുള്ള കമാൻഡർ ജനറൽ അഹമ്മദ് വഹാദിയാണ് ലോകത്തെ മുഴുവൻ മൂക്കത്ത് വിരൽ വെപ്പിച്ചുകൊണ്ട് പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖംനയുടെ സംസ്കാര ചടങ്ങിലേക്ക് ഒരു കൊടുങ്കാറ്റ് പോലെ കടന്നു വന്ന ജനറൽ വഹീദിയുടെ ഈ ഒരു പെട്ടെന്നുള്ള എൻട്രി ശത്രുക്കൾക്ക് നൽകുന്നത് കൃത്യമായിട്ടുള്ള ഒരു യുദ്ധ മുന്നറിയിപ്പാണ്. ഞങ്ങൾ തകർന്നിട്ടില്ല, ഞങ്ങളുടെ നായകന്മാർ ജീവനോടെയുണ്ട് എന്ന ഇറാന്റെ മാസ് പ്രഖ്യാപനമാണ് ഈ ചടങ്ങിലൂടെ ലോകം ഇപ്പോൾ കാണുന്നത്. നോക്കിക്കേ, ആ ചടങ്ങ് എത്രത്തോളം അതിഗംഭീരമാക്കി ഇറാൻ മാറ്റിയെന്നത്. അമേരിക്കൻ ഇസ്രയേൽ സഖ്യത്തിന്റെ മിസൈൽ ആക്രമണത്തിന് ശേഷം കഴിഞ്ഞ 4 മാസമായിട്ട് ജനറൽ അഹമ്മദ് വഹീദി എവിടെയാണ് എന്നതിനെക്കുറിച്ച് ഭൂമിയിൽ ഒരു മനുഷ്യനും ഒരു വിവരവുമില്ലായിരുന്നു. അദ്ദേഹം യുദ്ധമുഖത്ത് വധിക്കപ്പെട്ടു എന്നും ഇറാന്റെ സൈനിക നേതൃത്വത്തിന്റെ പതനം പൂർത്തിയായി എന്നും ശത്രു രാജ്യങ്ങൾ ലോകമെങ്ങും ആഘോഷമാക്കുകയായിരുന്നു. എന്നാൽ ആ ആഹ്ലാദ പ്രകടനങ്ങളുടെ എല്ലാം മുനയൊടിച്ചുകൊണ്ടാണ് ടെഹ്റാനിലെ ഗ്രാൻഡ് മുസല്ലയിൽ ഖമേനിയുടെ ഭൗതിക ശരീരത്തിന് തൊട്ടരികിൽ അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനായിട്ട് വന്നിരിക്കുന്നത്. ശത്രുക്കളുടെ ഒളിഞ്ഞിരുന്നുള്ള ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഇറാൻ കരുതിക്കൂട്ടി മെനഞ്ഞ ഒരു രഹസ്യ പ്രതിരോധ തന്ത്രമായിരുന്നു ഈ ഒളിവ് ജീവിതം എന്ന് ഇപ്പോൾ വ്യക്തമാകുന്നു. ഇറാന്റെ കമാൻഡോകളെ അത്ര പെട്ടെന്നൊന്നും തകർക്കാൻ കഴിയില്ലെന്നും തെളിയിക്കുന്നതായിരുന്നു ആ വിലാപയാത്രക്കിടയിലെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു അവിശ്വസനീയമായിട്ടുള്ള ഒരു പുനഃപ്രവേശം. ഈ ശത്രുക്കളുടെ കനത്ത വ്യോമാക്രമണത്തിൽ അയത്തുള്ള അലി ഖാംനെ കൊല്ലപ്പെട്ട് നീണ്ട 4 മാസങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര ചടങ്ങുകൾ ഇറാനിലൊടുവിൽ ഔദ്യോഗികമായിട്ട് ആരംഭിച്ചിരിക്കുന്നത്. മേഖലയിൽ മാസങ്ങളായിട്ട് തുടർന്ന കടുത്ത യുദ്ധ സാഹചര്യങ്ങൾ മാറി വെടിനിർത്തൽ പ്രഖ്യാപിച്ചതോടെ ലക്ഷക്കണക്കിന് ജനങ്ങളാണ് ടെഹ്റാനിലെ തെരുവുകളിൽ തങ്ങളുടെ പ്രിയ നേതാവിനെ അവസാനമായിട്ട് ആദരമർപ്പിക്കാൻ ഒഴുകിയെത്തുന്നത്. റഷ്യ, ചൈന, ഇന്ത്യ തുടങ്ങിയ വൻ ശക്തികളുടെ ഔദ്യോഗിക പ്രതിനിധികൾ ഈ വിലാപയാത്രയിൽ പങ്കാളികളാകുമ്പോഴും അണിയറയിൽ മറ്റൊരു വലിയ ദുരൂഹതയും പുകയുന്നുണ്ട്. ഖമേനിയുടെ മരണശേഷം ഇറാന്റെ പുതിയ പരമോന്നത നേതാവായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട മകൻ മുജ്തബ ഖമേനി ഈ ഒരു ചടങ്ങുകളിൽ ഒരിടത്തും ഇതുവരെ പരസ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. പിതാവ് കൊല്ലപ്പെട്ട അതേ ആക്രമണത്തിൽ മുജ്തബ ഖമേനിക്കും കടുത്ത പരിക്കേറ്റിരുന്നു എന്ന റിപ്പോർട്ടുകൾ ഈ ഒരു അസാധാന്യത്തോടെ കൂടുതൽ ശക്തമാവുകയാണ് ചെയ്യുന്നത്. തങ്ങളുടെ ഏറ്റവും വലിയ കമാൻഡർമാരെ മുഴുവനും വധിച്ചു എന്ന് വീരവാദം ഒഴുക്കിയ ശത്രുക്കളുടെ കവിളിത്തേറ്റ ഒരു കറുത്ത പ്രഹരമായാണ് ഈ ഒരു ഇറാന്റെ ഈ പുതിയ നീക്കത്തെ ആഗോള സൈനിക നിരീക്ഷകർ വിലയിരുത്തുന്നത്. മിഡിൽ ഈസ്റ്റിൽ യുദ്ധത്തിന്റെ കനലുകൾ ഇനിയും കെട്ടടങ്ങിയിട്ടില്ല എന്നും പുതിയ യുദ്ധതന്ത്രങ്ങളുമായിട്ട് ഇറാൻ വൻ തിരിച്ചടിക്ക് തയ്യാറാകുകയാണ് എന്നും ജനറൽ വഹീദിയുടെ ഈ ഒരു വരവ് അടിവരയിടുന്നു. പാശ്ചാത്യ രാജ്യങ്ങളുടെ സൈനിക മുൻതൂക്കത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഇറാൻ ഉയർത്തുന്ന ഈ ഒരു പുതിയ രാഷ്ട്രീയ കൊടുങ്കാറ്റ് വരും ദിവസങ്ങളിൽ ആഗോള ഭൂപടത്തെ എങ്ങനെ മാറ്റിമറിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അതേസമയം തന്നെ മറ്റൊരു കാര്യം കൂടി പറയണം. ഈ പാശ്ചാത്യ ശക്തികൾ തങ്ങളുടെ വ്യോമശക്തിയെക്കുറിച്ച് അഹങ്കരിക്കുമ്പോൾ ഈ ഒളി യുദ്ധത്തിലൂടെ അവരുടെ കണക്ക് കൂട്ടലുകൾ മുഴുവൻ തെറ്റിക്കാൻ ഇറാന് സാധിച്ചു എന്നത് ജീവിക്കുന്ന തെളിവാണ് ഈ ജനറൽ വഹീദിയുടെ ഈ മടങ്ങിവരവ് എന്ന് പറയുന്നത്. കേവലം ഒരു സൈനിക കമാൻഡർ എന്നതിനപ്പുറം ഇറാന്റെ വരാനിരിക്കുന്ന കടുത്ത രാഷ്ട്രീയ നീക്കങ്ങളുടെ പ്രധാന തലച്ചോറായിട്ട് മാറിയിരിക്കുകയാണ് ജനറൽ അഹമ്മദ് വാഹിദി. ഈ നിലവിൽ യുണൈറ്റഡ് സ്റ്റേറ്റുമായിട്ട് തുടരുന്ന താൽക്കാലിക വെടിനിർത്തൽ ചർച്ചകളിൽ ഇറാന്റെ കടും പിടുത്തങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത് ഈ ഷാഡോ ജനറൽ ആണ് എന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നത്. ചർച്ചകളിൽ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകാത്ത കടുത്ത നിലപാടുകാരനായിട്ടുള്ള വഹീദി പുതിയൊരു ഭരണാധികാരി അയത്തുള്ള മുജ്തബ ഖമേനിയുടെ ഏറ്റവും അടുത്ത ഉപദേശക സമിതിയിലെ പ്രധാനിയാണ്. ഈ സമാധാന ചർച്ചകളിൽ തങ്ങൾക്ക് മേൽക്കൈ നേടാനും തങ്ങളുടെ സൈനിക നേതൃത്വം ഇപ്പോഴും സുരക്ഷിതമാണെന്ന് പാശ്ചാത്യ ശക്തികളെ ബോധ്യപ്പെടുത്താനുമാണ് ഇറാൻ ഈ ഒരു നിർണായക സമയത്ത് വഹീദിയെ പൊതുവേദിയിലേക്ക് ഇറക്കി വെച്ചിരിക്കുന്നത്. എന്തായാലും ശത്രുക്കൾക്ക് തങ്ങളെ
തൊടാൻ പോലും കഴിയില്ല എന്ന വലിയൊരു വെല്ലുവിളിയാണ് ഇറാൻ ഇതിലൂടെ ഉയർത്തുന്നത്. വരും ദിവസങ്ങളിൽ മധ്യപൂർവേഷ്യയിലെ യുദ്ധസമവാക്യങ്ങളെയും ആഗോള എണ്ണ വിപണിയെയും നിർണ്ണയിക്കുന്നതിൽ ഈ ഒരു ജനറലിന്റെ സാന്നിധ്യം എത്രത്തോളം നിർണായകമാകുമെന്ന് ലോകം ഉറ്റുനോക്കുകയാണ്.